ഏതോ ഒരു ഗ്രാമത്തിൽ ആകാശും വികാസും എന്ന പേരുള്ള രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആകാശ് ഒരു പാവപ്പെട്ടവനും വികാസ് പണക്കാരനുമായിരുന്നു. ഇന്നലെ അച്ഛൻ ഒരു സയൻസ് എക്സിബിഷനിൽ പോയി, എന്നിട്ട് ഈ ഭൂതക്കണ്ണാടി മേടിച്ചു. നിങ്ങളൊക്കെ വലിയ പണക്കാരല്ലേ? ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ പിന്നെ ആ പണം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? എന്നാൽ വാ, ഞാൻ ഇന്നലെ നിനക്ക് മോരുവെള്ളം മേടിച്ചു തന്നില്ലേ, ഇന്ന് നീ സമോസ മേടിച്ചതാ. എന്നാ വാ, നമുക്ക് മാർക്കറ്റിൽ പോകാം. ആകാശും വികാസും മാർക്കറ്റിലേക്ക് പോയി. അവര് നോക്കിയപ്പം കടയില് ഒരുപാട് ആൾക്കൂട്ടം ഉണ്ട്. രണ്ട് സുഹൃത്തുക്കളും കടയുടെ അടുത്തേക്ക് പോയി. ചേട്ടാ, കടയിൽ എന്താ ഇത്രയും ആൾക്കൂട്ടം? സമൂസയുടെ പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അതിന് നല്ല രുചിയുള്ള സമൂസയാണ്. ഒരു പ്രാവശ്യം കഴിച്ച പിന്നെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം തോന്നും. താ പണം താ, ഞാൻ 2 സമൂസ മേടിക്കട്ടെ. എനിക്ക് വേണ്ട, നീ മേടിച്ചോ. എനിക്ക് വയറ്റിൽ നല്ല സുഖം തോന്നുന്നില്ല. ആകാശ് അവന് വേണ്ടി അവിടുന്ന് ഒരു സമോസ മേടിക്കുമ്പോ അപ്പോഴാണ് വികാസിന്റെ ശ്രദ്ധ സമോസ വിൽക്കുന്ന ആളുടെ അടുത്തേക്ക് പോകുന്നത്. വികാസ് സമോസ വിൽക്കുന്ന ആളെ സംശയത്തോടു കൂടിയാണ് നോക്കിയത്. ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഒരു സമോസ കിട്ടിയത്. കൊള്ളാം, ഇത്രയും രുചിയുള്ള സമോസ ഞാൻ മുമ്പേ കഴിച്ചിട്ടേ ഇല്ല. നീ ഒന്ന് കഴിച്ചു നോക്ക്. ഒരു പ്രാവശ്യം കഴിച്ചാ എപ്പോഴും ചോദിക്കും. ഈ കടയുടെ പേരൊന്ന് നോക്കട്ടെ, നാളെ പിന്നെ വരാമല്ലോ. ആകാശ് കടയുടെ പേര് നോക്കി. കടയുടെ പേരായിരുന്നു അത്ഭുതമുള്ള സമോസ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്ത്? എല്ലാവരും ആ സമോസയെ കുറിച്ച് നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. അവര് പറയുന്നത് ഒരു പ്രാവശ്യം കഴിച്ചാ പിന്നെ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുമെന്നാണ്. എനിക്ക് തോന്നുന്നത് ആ അത്ഭുതമുള്ള സമോസയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാ. ആ സമോസ വിൽക്കുന്ന ആളെ കണ്ടിട്ട് ഒരു സംശയം തോന്നുന്നു. നീ ആ ഡിറ്റക്റ്റീവ് നോവൽ പഠിച്ച് നിനക്ക് പ്രാന്തായെന്നാ തോന്നുന്നേ. വാ, വീട്ടിലേക്ക് പോവാം. നല്ല ഇരുട്ടായി, മഴ പെയ്യുമെന്നാ തോന്നുന്നേ. ആകാശും വികാസും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം ആകാശ് ഉറങ്ങി എണീറ്റപ്പോ പെട്ടെന്ന് അവന് അത്ഭുതമുള്ള സമോസയുടെ കടയിൽ നിന്ന് ആ അത്ഭുതമുള്ള സമോസ കഴിക്കണമെന്ന് തോന്നി. ആകാശിന് പാരമ്പര്യമായിട്ട് കട്ടിലുണ്ടാക്കുന്ന പണിയായിരുന്നു. മോനെ, രാംപാൽ അദ്ദേഹത്തിന് കട്ടിൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി അച്ഛാ. ആകാശ് കട്ടിലുണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കാൻ ആകാശിനെ കൊണ്ട് ഒട്ടും പറ്റിയില്ല. അച്ഛാ, ഞാൻ സമോസ കഴിച്ചേച്ചു വരട്ടെ, ഇപ്പൊ തന്നെ വരാം. 2-3 ദിവസം ആകാശിന്റെ അച്ഛൻ അവനോടൊന്നും പറഞ്ഞില്ല. എന്നാലും ഒരു ദിവസം ആകാശ് വെളുപ്പാങ്കാലത്ത് സമോസ കഴിക്കാൻ പോകുമ്പോ അവന്റെ അച്ഛൻ അവനെ അവിടെ തടഞ്ഞു. എന്തിനാ നീ ദിവസം സമൂസ കഴിക്കാൻ പോകുന്നത്? സമൂസ കഴിച്ച് നീ വെറുതെ വയറ് കേടാക്കുന്നു. ഇതിനു മുമ്പൊന്നും നീ ഇത്രയും സമൂസ കഴിച്ചിട്ടില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നീ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഇന്ന് നീ ഏതായാലും കഴിക്കാൻ പോകുന്നില്ല. പക്ഷേ അച്ഛാ, സമൂസ കഴിച്ചില്ലെങ്കിൽ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. പോകാതിരിക്കാൻ വേണ്ടി ആകാശിന്റെ അച്ഛൻ ആകാശിന്റെ കയ്യെ കയറി പിടിച്ചു. പക്ഷെ എന്നിട്ടും ആകാശ് നിന്നില്ല. നാട്ടുകാരെ, എന്റെ മകന് ഭ്രാന്ത് പിടിച്ചു. അവനെ തടയാൻ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ആകാശിന്റെ അച്ഛൻ ആകാശിന്റെ കയ്യെ കയറി പിടിച്ചു. ആകാശിന്റെ അച്ഛനെ വേറൊരാള് പിടിച്ചു. എന്നിട്ട് അയാളെ വേറൊരാളും കൂടെ പിടിച്ചു. രണ്ടാമത്തെ ആളെ മൂന്നാമതും, മൂന്നാമത്തെ ആളെ നാലാമതും, അങ്ങനെ ഒരു മനുഷ്യ ചങ്ങല ഉണ്ടാക്കി. ആകാശ് അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അവന്റെ കൈ പറിച്ചെടുത്തു. അങ്ങനെ ആ മനുഷ്യ ചങ്ങല അവിടെ തന്നെ വീണു. ആകാശ് അന്നും പോയിട്ട് സമോസ കഴിച്ചു. അടുത്ത ദിവസം ആകാശിന്റെ അച്ഛൻ വികാസിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് പോയി. വികാസ് മോനെ, ആകാശിന് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞൂടാ. മാർക്കറ്റില് അത്ഭുത സമൂസ എന്ന പേരുള്ള പുതിയ കട തുടങ്ങിയിട്ടുണ്ടല്ലോ. ഏതു നേരവും ആ കടയിലെ സമൂസ കഴിക്കാനാ പോകുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട അങ്കിൾ, ഞാനെല്ലാം നോക്കിക്കോളാം. അന്ന് രാത്രി അത്ഭുത സമോസയുടെ കടയിലെ ഉടമസ്ഥൻ കടയും പൂട്ടിയേച്ച് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ വികാസ് അയാളെ ഒരു ഭൂത കണ്ണാടി വെച്ച് നോക്കി. വികാസ് ആ കടയുടെ ഉടമസ്ഥന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അധികം താമസമൊന്നും ഇല്ലാതെ നാട്ടിലെ എല്ലാ ആൾക്കാരും സമോസ കഴിക്കാൻ വരും. നമ്മളിനി വലിയ പണക്കാരാകും. വിഡ്ഢിയായ ആ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഈ കാര്യം അറിയത്തുമില്ലായിരുന്നു. നിങ്ങൾ ഒരു കെമിസ്റ്റ് ആണ്. ആ സമൂസയില് മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ടെന്ന്. എന്നിട്ട് പിന്നെ അവർക്ക് ആ സമൂസ മാത്രം മതിയെന്നേ തോന്നുള്ളൂ. പതുക്കെ പറ, ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും എടുത്തിട്ട് അടിക്കും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം വികാസ് കേട്ടു. അടുത്ത ദിവസം വികാസ് കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ആ അത്ഭുത സമോസയുടെ കടയുടെ മുമ്പിലേക്ക് പോയി. എന്താ പ്രശ്നം? നിങ്ങൾ എല്ലാവരും എന്തിനാ ഇവിടെ വന്നത്? ഈ കാര്യം ഞങ്ങൾ നിങ്ങളോട് പിന്നീട് പറയാം. മുഖിയ ചിറ്റപ്പ, ആദ്യം നിങ്ങൾ സമോസ കഴിക്ക്.
മുഖിയ ചിറ്റപ്പൻ ആ സമോസ കഴിച്ചു. ഇനിയും സമൂസ കഴിക്കണം എന്നാണ് എന്റെ മനസ്സ് എന്നോടിപ്പോ പറയുന്നത്. മര്യാദയ്ക്ക് സത്യം പറയണം. നീ നിന്റെ സമോസയിൽ എന്താ ചേർക്കുന്നത്? എന്റെ സമോസയില് ഉരുളക്കിഴങ്ങും അതിന്റെ മസാല അല്ലാതെ വേറെ ഒന്നും ചേർക്കില്ല. സത്യം തുറന്നു പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. പോലീസ് എന്ന് കേട്ടപ്പോ തന്നെ ആ കടയുടെ ഉടമസ്ഥൻ പേടിച്ചുപോയി. എന്നിട്ട് ചെയ്ത തെറ്റെല്ലാം ഏറ്റു പറഞ്ഞു. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ വിൽപ്പന കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്റെ സമോസയില് മയക്കുമരുന്ന് ചേർക്കുന്നത്. എന്നാലേ ആൾക്കാരിൽ സമോസ കഴിക്കാനുള്ള ആഗ്രഹം കൂടൂ. എന്നിട്ട് അവര് എപ്പോഴും സമോസ കഴിക്കാൻ വേണ്ടി എന്റെ കടയിലേക്ക് വരും. വികാസ് എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിപ്പിച്ചു. പോലീസ് അവിടെ എത്തി ആ കെമിസ്റ്റിനെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നത്, പുറത്തുണ്ടാക്കുന്ന സാധനങ്ങൾ എപ്പോഴും അധികം ഒന്നും കഴിക്കാൻ പാടില്ലെന്ന്. ഒരു ഗ്രാമത്തിൽ ബബ്ലു എന്ന പേരുള്ള ഒരു ചെറുക്കനുണ്ടായിരുന്നു. ബബ്ലു ഒരു അനാഥയായിരുന്നു. അവൻ ഗ്രാമത്തിലെ ആട്, പശു, കാളയെല്ലാം മയക്കാൻ കൊണ്ടുവരുന്നു. അതിനു പകരം ഗ്രാമത്തിലെ എല്ലാവരും വീട്ടിലെ ആഘോഷത്തിന് വേണ്ടി അവനെ വീട്ടിൽ വിളിച്ച് ആഹാരവും മുട്ടായും കൊടുക്കുമായിരുന്നു. മധുരം കഴിച്ച ബബ്ലു ഒരുപാട് സന്തോഷിക്കുമായിരുന്നു. എന്നിട്ട് പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോ കാട്ടിനകത്തിരുന്ന് ഓടക്കുഴൽ വാഴിക്കുമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തില് ബസന്ത് പഞ്ചമിയുടെ ആഘോഷമായിരുന്നു. ആ ദിവസം ബബ്ലുവിന് കഴിക്കാൻ ഒരുപാട് മിഠായി കിട്ടി. ബബ്ലു കാട്ടിനകത്തിരുന്ന് ആ മുട്ടായി കഴിക്കുമ്പോ ആ സമയത്ത് പ്രായമായ ഒരു മനുഷ്യൻ ബബ്ലുവിന്റെ അടുത്തെത്തി. മോനെ, 4 ദിവസമായിട്ട് ഒരു സാധനം കഴിച്ചിട്ടില്ല. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. കഴിക്കാനായിട്ട് എന്തെങ്കിലും തരുമോ? ബബ്ലു കയ്യിലിരുന്ന പാതി മുട്ടായി ആ പ്രായമായ മനുഷ്യന് കൊടുത്തു. ആ പ്രായമായ മനുഷ്യൻ ആ മുട്ടായി കയ്യിലെടുത്തപ്പോ അയാള് വനത്തിലെ ഒരു ദൈവമായിട്ട് മാറി. നീ നല്ല കുട്ടിയാണ് ബബ്ലു. നീ കഴിക്കേണ്ടത് പോലും ആലോചിക്കാതെ അതിന്റെ പകുതി എനിക്ക് തന്നില്ലേ? എനിക്ക് വളരെ സന്തോഷമായി. നിനക്ക് ഞാൻ 4 സാധനങ്ങൾ തരാം. അത് നിന്റെ കഷ്ടകാല സമയത്ത് ഉപകാരപ്രദമായിരിക്കും. ആ ദൈവം ബബ്ലുവിന് 3 കൊട്ട കൊടുത്തു. ആദ്യത്തെ കൊട്ടയില് കാറ്റുണ്ട്, രണ്ടാമത്തെ കൊട്ടയില് വെള്ളമുണ്ട്, മൂന്നാമത്തെ കൊട്ടയില് തീയുണ്ട്. അങ്ങനെ പറഞ്ഞ് വനത്തിലെ ദൈവം അപ്രത്യക്ഷപ്പെട്ടു. അവരെന്റെ അടുത്ത് പറഞ്ഞപ്പോ 4 സാധനങ്ങളെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഇതിപ്പോ 3 ഉള്ളൂ. ആ, കുഴപ്പമില്ല. കയ്യിലിരുന്ന ബാക്കി മധുരം ഒന്നും ബബുലിനെ കൊണ്ട് തിന്നു തീർക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നിലത്തൊരു കുഴി കുഴിച്ചേച്ച് മുട്ടായി എല്ലാം അതിനകത്തിട്ടു. അടുത്ത ദിവസം ബബ്ലു തിരിച്ച് ആ സ്ഥലത്ത് തന്നെ എത്തിയപ്പോ അയാള് ശ്രദ്ധിച്ചു നോക്കി. അയാള് കുഴിച്ചിട്ടിരുന്ന മിഠായിയുടെ സ്ഥലത്ത് മിഠായിയുടെ ഒരു മരം തന്നെ കിളിച്ചു വന്നിട്ടുണ്ട്. അതില് ഇഷ്ടപ്പെട്ട ഒരുപാട് മിഠായികൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ഇത് ആ വനദേവൻ കൊടുത്തയച്ച വരമായിരിക്കുമോ? ബബ്ലു ആ മരത്തേല് വലിഞ്ഞു കയറി. എന്നിട്ട് അവിടെ മിഠായി ഇരുന്നുകൊണ്ട് കഴിച്ചു. ആ സമയത്ത് ആ കാട്ടിക്കൂടെ പ്രായമായ ഒരു യക്ഷി പോകുന്നുണ്ടായിരുന്നു. അവര് മരത്തിലിരിക്കുന്ന ബബ്ലുവിനെ കണ്ടു. കൊള്ളാമല്ലോ, ഇന്ന് കഴിക്കാൻ പറ്റിയ ഒരു സാധനത്തിനെയാ കിട്ടിയത്. എവനെ പിടിച്ച് ഞാൻ നല്ല മസാലയൊക്കെ ഇട്ടിട്ടായിരിക്കും കഴിക്കുന്നത്. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് എവനെ മരത്തേന്ന് താഴെ ഇറക്കണം. പ്രായമായ ആ യക്ഷി നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയുടെ രൂപത്തിൽ വന്നു. എന്നിട്ട് മിഠായിയുടെ മരത്തിന്റെ അടിയിൽ ചെന്നിട്ട് നേരെ ബബ്ലുവിനോട് പറഞ്ഞു, അല്ല ബബ്ലു മോനെ, മരത്തേൽ എന്തുമാത്രം മിഠായിയാണുള്ളത്? ഇതേന്ന് കുറച്ച് മിഠായി പറിച്ച് എനിക്കിടൊന്ന് തന്നാൽ എനിക്കും കഴിക്കാൻ പറ്റുമല്ലോ. ഞാൻ സ്വീറ്റ് താഴേക്കിടാം, നീ കഴിച്ചോട്ടോ. അല്ല മോനെ, നീ മിഠായി പറിച്ച് താഴോട്ട് എറിഞ്ഞാൽ ആ മിഠായി അഴുക്കായി പോവില്ലേ? അല്ല മോനെ, എന്റെ സാരി എല്ലാം അഴുക്കാവില്ലേ? അതിന് നാറ്റം വരാൻ തുടങ്ങും. നീ താഴെ ഇറങ്ങി എനിക്ക് കുറച്ച് മിഠായി തന്നേലേ. ബബ്ലു പ്രായമായ യക്ഷയുടെ ചതിയും വഞ്ചനയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ മരത്തേന്ന് താഴോട്ട് ഇറങ്ങിയപ്പോ പ്രായമായ യക്ഷി അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ബബ്ലുവിനെ ഒരു ചാക്കിനകത്തിട്ട് അവരങ്ങ് കെട്ടി. ചാക്കിനകത്തിട്ട് കെട്ടിയ ബബ്ലുവിനെ തോളത്തും വെച്ച് അവര് നേരെ അവരുടെ വീട്ടിലേക്ക് പോയി.
നോക്ക് ചന്ത, നമുക്ക് ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയുള്ള ആഹാരം ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നു. ആദ്യം അതിന്റെ കയ്യും കാലും കെട്ടി പിന്നെ അതിന്റെ പെടലി മുറിച്ചാ മതി. എന്നിട്ട് അതിനെ നല്ലോണം വേവിക്കണം, നല്ല മസാലയൊക്കെ ചേർത്തിട്ട്. ഞാനിപ്പോ കുളിച്ചേച്ചിങ് വരാം. പ്രായമായ ആ യക്ഷി കുളിക്കാൻ അവിടുന്ന് പോകുന്നു. ആ പെങ്കൊച്ച് ആ ചാക്ക് തുറക്കുമ്പോ അതിനകത്തിരിക്കുന്നത് ബബ്ലു എന്ന പേരുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെറുക്കനായിരുന്നു. ബബ്ലുവിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോ പെങ്കൊച്ചിന് വിഷമം തോന്നി. രണ്ടുപേരും പരസ്പരം കുറച്ചു നേരം സംസാരിച്ചു. ഈ യക്ഷി എന്റെ ആരുമല്ല. ഒരുപാട് വർഷം മുമ്പേ ഇവര് ഗ്രാമത്തിൽ നിന്നും എന്റെ അമ്മയെ കൊണ്ടുവന്നു. ഞാൻ ആ സമയത്ത് എന്റെ അമ്മയുടെ ഗർഭത്തിലായിരുന്നു. ഇവിടെ തന്നെയാണ് ഞാൻ ജനിച്ചത്. ഈ യക്ഷി എന്റെ അമ്മയെ വലിച്ചു കയറി തിന്നു. എന്നിട്ട് എന്നെ ഇവിടെ ഒരു അടിമയായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നെ കൊണ്ട് ഇവര് അവരുടെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കും. ബബ്ലുവും ചന്തയും കൂടെ ഒരുമിച്ച് യക്ഷിയുടെ വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കും. കുളിച്ച് വന്ന ആ യക്ഷി നോക്കിയപ്പോ അവിടെ ചന്തയും ബബ്ലുവും രണ്ടുപേരെയും കാണാനില്ല. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ഇവിടുന്ന് ഓടിപ്പോയി. യക്ഷി അവരുടെ പുറകിൽ തന്നെ ഓടാൻ തുടങ്ങി. ചന്ത ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി. ആ യക്ഷി നമ്മുടെ പുറകിൽ തന്നെ ഉണ്ടല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴാണ് ബബ്ലുവിന് വനദേവത കൊടുത്ത് 3 കൊട്ട ഓർമ്മ വന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആ പിശാചിനെ ഞാൻ ഇപ്പൊ ഇവിടെ തന്നെ ഓടിക്കാം. ബബ്ലു ഏറ്റവും ആദ്യം ചുഴലിക്കാറ്റുള്ള കൊട്ടയാണ് തുറക്കാൻ പോകുന്നത്. പക്ഷെ ഭയങ്കരമായ ആ ചുഴലിക്കാറ്റിന് മുമ്പിലും ആ യക്ഷി തോൽവി സമ്മതിച്ചില്ല. അവര് പിന്നെയും അവരുടെ പുറകിൽ തന്നെ ഓടാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ഇത് നിക്കണമാര് തോന്നുന്നില്ലല്ലോ. പിന്നെ ബബ്ലു കനത്ത മഴയുടെ കൊട്ടയാണ് അവരുടെ മുമ്പിൽ തുറക്കുന്നത്. ആ യക്ഷി നന്നായി പരിക്കേറ്റു. പക്ഷെ അവരിപ്പോഴും അവരുടെ പുറകിൽ തന്നെ ഓടുന്നുണ്ട്. ബബ്ലുവും ചന്തയും ഓടി ഓടി നേരെ ഗ്രാമത്തിൽ ചെന്ന് എത്തുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരും അവരുടെ അടുത്ത് വന്ന് അവരോട് ചോദിച്ചു, എന്താ കുട്ടികളെ, എന്താ ഓടിക്കൊണ്ടിരിക്കണേ? ആ വയസ്സി പിശാച് ഞങ്ങളെ രണ്ടുപേരെയും ഓടിച്ചിട്ടിരിക്കുവാണ്. ആ പിന്നെ ഞങ്ങളും അത് കണ്ടുകൊണ്ടാണ് പേടിച്ചോണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ? ചന്ത, ഇനിയിപ്പോ നമ്മൾ ആ പിശാചിനെ കൊന്നേ പറ്റൂ. ഗ്രാമത്തിലുള്ളവരെല്ലാം അതിനെ കണ്ട് പേടിച്ചോണ്ടിരിക്കുക. ഒരു പക്ഷെ നമ്മൾ അതിനെ കൊന്നില്ലെങ്കിലുണ്ടല്ലോ, അത് നമ്മളെ കൊല്ലുന്നാ തോന്നണേ. അവസാനം ബബ്ലു തീയുടെ കൊട്ടയാണ് തുറക്കുന്നത്. പ്രായമായ ആ യക്ഷി ആ തീയില് കരിഞ്ഞുപോയി. അപ്പോഴാണ് ഗ്രാമത്തിലെ മുഖിയ ആ സ്ഥലത്തെത്തുന്നത്. കുട്ടികളെ, നിങ്ങൾ നല്ലൊരു ജോലിയാ ചെയ്തത്. ആ പിശാചിന്റെ അടുത്തുനിന്ന് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും നിങ്ങൾ രക്ഷിച്ചു. ഈ ഗ്രാമത്തിലുള്ള പശുക്കളെ അല്ലാതെ തിന്നു തീർത്തു. നിങ്ങൾക്കൊരു സമ്മാനമായിട്ട് ഞാൻ നല്ലൊരു വീട് തരുന്നതാണ്. ഗ്രാമത്തിലെ ആൾക്കാര് ബബ്ലു പിന്നെ ചന്തയുടെയും വിവാഹം നടത്തി കൊടുത്തു. പിന്നെ ബബ്ലുവും ചന്തയും ഒരുമിച്ച് താമസിച്ച് ഒരുപാട് സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. സിമ്രാൻഗഡ് എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ സമീർ എന്ന് പേരുള്ള ഒരു വ്യക്തി സമൂസ വിറ്റ് തന്റെ ജീവിതം നയിച്ചു വന്നു. ഈ ഷമീറിന്റെ കടയുടെ എതിരിലായിട്ട് സിയോഗ് എന്ന് പേരുള്ള ഒരു വ്യക്തി പാനിപൂരി കടയിട്ടിരുന്നു. പിന്നെന്താണ്, നിന്റെ പാനിപൂരി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇപ്പോഴൊക്കെ നിന്റെ കടയിൽ ആരും വരുന്നത് പോലെ തോന്നുന്നില്ലല്ലോ. അതാണെങ്കിൽ എന്റെ കടയിൽ കുറെ പേര് സമോസ കഴിക്കാൻ കുറെ പേര് പഴക്കപ്പെട്ടെന്ന് തോന്നുന്നു. ഇവിടെ നോക്ക് സമീർ ചേട്ടാ, നിങ്ങളുടെ കട എന്റെ കടയുടെ മുമ്പിലാണ് ഉള്ളത്. നിങ്ങളുടെ കടയിൽ ആൾക്കാർ വരുന്ന പോലെ എനിക്ക് തോന്നുന്നില്ലല്ലോ. അപ്പൊ ജനങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഒരു പക്ഷെ നിങ്ങളുടെ സമോസ കഴിക്കുന്നോണ്ട് അവർക്ക് വയറുവേദന വല്ലത് വരുന്നുണ്ടോ? രണ്ടുപേരും അവരവരുടെ വഴി നോക്കി തിരിച്ചുപോയി. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. പിന്നെ നഗരത്തിൽ നിന്നും പൂനം എന്ന് പേരുള്ള ഒരു പെണ്ണ് ഗ്രാമത്തിനകത്തേക്ക് പ്രവേശിച്ചു. പൂനം ഗ്രാമത്തിലേക്ക് വന്നതു മുതൽ ജനങ്ങൾ സിയോഗിന്റെ പാനിപൂരിയും കഴിക്കാറില്ല, പിന്നെ സമീറിന്റെ സമൂസയും കഴിക്കാറില്ല. ഒരു ദിവസം അവർ രണ്ടുപേരും വീണ്ടും വഴിയിൽ കണ്ടുമുട്ടി. ചേട്ടാ സുയോഗ്, നിങ്ങളുടെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇപ്പൊ എന്ത് പറയാനാ സമീർ, ഇപ്പോഴൊക്കെ പാനിപൂരി കഴിക്കാൻ ആരും വരുന്നില്ല. പെട്ടെന്ന് എന്റെ കച്ചവടം എങ്ങനെയാ കുറഞ്ഞെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ചെയ്യാമോന്നും അറിയില്ല. എനിക്ക് അങ്ങനെ പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ, ഏതോ ഒരു പൂനം എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഈ ഗ്രാമത്തിൽ വന്നിട്ടുണ്ടോ അല്ലേ? അവരേതോ പുതിയ പലഹാരം ഉണ്ടാക്കിയിട്ട് ഗ്രാമത്തിൽ വിൽക്കുന്നുണ്ടെന്ന് കേട്ടു. എന്നാ വാ, നമുക്ക് എന്താ പോയി നോക്കാം. സമീറും സിയോഗും ചേർന്ന് പൂനമിന്റെ കടയിലേക്ക് പോയി. അവർ ചെന്ന് നോക്കിയപ്പോൾ പൂനം നല്ല റൗണ്ട് ആകൃതിയിലുള്ള എന്തോ ഒരു മിഠായി ചെയ്ത് വിൽക്കുകയായിരുന്നു. പൂനം മേഡം, നിങ്ങൾ എന്താ റൗണ്ട് ആയിട്ട് എന്തോ വിറ്റോണ്ടിരിക്കുന്നുണ്ടല്ലോ?
ഇതാണ് മോമോസ്, അറിയില്ലേ? ഞാനിത് നഗരത്തിൽ ചെന്ന് പഠിച്ചിട്ട് വന്നതാണ്. ഞാൻ എപ്പോൾ എന്റെ കട തുറന്നോ അപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം എന്റെ കടയിലേക്ക് വന്ന് ഈ മോമോസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഗ്രാമത്തിൽ ആരും സമോസയും പാനിപൂരിയും കഴിക്കുകയേ ഇല്ല. നിങ്ങൾ ഈ ഗ്രാമത്തിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഗ്രാമത്തിൽ മര്യാദയ്ക്ക് ഈ മോമോസ് കട നിങ്ങൾ മൂടിയേക്കണം. നിങ്ങളുടെ ഈ മോമോസ് കട തുടങ്ങിയത് കൊണ്ടാണ് എന്റെ പാനിപൂരി കടയിൽ ആരും വരാത്തത്. അവൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ഈ മോമോസ് കട തുടങ്ങിയതുകൊണ്ട് എന്റെ കടയിൽ വന്നിട്ട് ആരും സമോസവും കഴിക്കുന്നില്ല. എന്നെ കൊണ്ട് മോമോസ് വിൽക്കുന്നത് നിർത്താനാവില്ല. നിങ്ങൾ രണ്ടുപേരും ജോക്ക് അടിച്ചത് മതി. എന്നാ പോകൂ, എനിക്ക് മോമോസ് വിൽക്കാനുണ്ട്. വന്നിരിക്കുന്നു എന്നെ പേടിപ്പിക്കാൻ. ഷമീറും പിന്നെ സുയോഗും അവിടെ നിന്നും തിരിച്ചു. പിന്നെ പോകുന്ന വഴിയിൽ നിന്നും അവർ രണ്ടുപേരും സംസാരിച്ചു. എന്റെ അടുത്ത് ഒരു നല്ല സൂത്രമുണ്ട്. ആ പെണ്ണെ എങ്ങനെ ഈ നഗരത്തിൽ പോയിട്ട് മോമോസ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടെന്നോ അതേപോലെ തന്നെ നമ്മൾ നഗരത്തിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വരണം. ആ പൂനത്തിന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും തീർച്ചയായിട്ടും ഒന്നിച്ച് ചെയ്തേ പറ്റുള്ളൂ. എന്താ നീ പറയുന്നത്? ശരി, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവാം. സമീറും സുയോഗും നഗരത്തിനെ നോക്കി നടക്കാൻ തുടങ്ങി. അവർ പോകുന്ന വഴിയിൽ വലിയ കാടുണ്ടായിരുന്നു. അവർ ആ കാട്ടിനകത്തുകൂടി നടന്നുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ സമീർ കാല് തെറ്റി താഴേക്ക് വീണു. പിന്നെ അതൊരു വലിയ കുഴിയായിരുന്നു. എടാ സമീർ, നീ എന്തിനാ ഈ കുഴിയിൽ വീണത്? ഈ കുഴി എവിടുന്നാ വന്നത്? തീർച്ചയായിട്ടും ഏതൊരു വേട്ടക്കാരൻ ഒരു മൃഗത്തിനെ പിടിക്കാൻ വേണ്ടി ഈ കുഴി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കുഴിക്കകത്തുനിന്ന് സമീർ സുയോഗിനെ വിളിച്ചു. സുയോഗ്, നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. ഇവിടെ ഒരു പുതിയ ലോകം തന്നെ ഉണ്ട്. അവൻ ആ കുഴിക്കകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് വളരെ ഭംഗിയുള്ള ഒരു ലോകമുണ്ടായിരുന്നു. അവിടെ കണ്ണിന് കാണുന്ന ദൂരം വരെ ഒരുപാട് വെളിച്ചത്തോടെ ഉരുളക്കിഴങ്ങ് ചെടികൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഈ കാഴ്ച കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു പോയി. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു സന്യാസി വന്നത്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് മക്കളെ? അത് പിന്നെ ഞങ്ങൾ നഗരം നോക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയാണ്ട് ഈ കുഴിയിൽ വീണു പോയത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ താഴെ വീണപ്പോഴാണ് നോക്കിയത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ലോകം തന്നെ ഉണ്ടല്ലോ. പിന്നെ വളരെ വളരെ ദൂരം തന്നെ വലിയ ഉരുളക്കിഴങ്ങ് തോട്ടം ഉണ്ടല്ലോ. ഇതൊന്നും സാധാരണ ഉരുളക്കിഴങ്ങ് തോട്ടമല്ല. ഈ ഉരുളക്കിഴങ്ങ് ആഗ്രഹങ്ങൾ ഉണ്ടാക്കി തരും. ഒരു പക്ഷേ ഇതാണ് കാര്യം എന്ന് വെച്ചാൽ എനിക്കും കഴിക്കാൻ ഒരു ഉരുളക്കിഴങ്ങ് തരാൻ പറ്റുമോ? എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്കും എൻ്റെ പാനിപൂരി കട മൊത്ത ഗ്രാമം മുഴുവനും ഫേമസ് ആവണം. എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ സമോസ കട ഈ ഗ്രാമം മുഴുവനും നന്നായിട്ട് ഫേമസ് ആവണം. ആ മോമോസ് കാരിനെക്കാട്ടും വലുതാകണം. പക്ഷേ എനിക്ക് നിങ്ങൾ രണ്ടുപേർക്കും നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്ന ഉരുളക്കിഴങ്ങ് തരാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മറ്റൊരാളായിട്ട് നല്ല അസൂയയുണ്ട്. ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ഈ ഉരുളക്കിഴങ്ങ് തരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ അഹങ്കാരം വിട്ടിട്ട് ഒന്നിച്ചു ചേർന്നിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. അവർ രണ്ടുപേരും മാറി മാറി നോക്കി. പിന്നെ ആ സന്യാസി പറഞ്ഞത് അനുസരിക്കാൻ തീരുമാനിച്ചു. സാധു അവർ രണ്ടുപേർക്കും ഒരു ഉരുളക്കിഴങ്ങ് രണ്ടായി മുറിച്ച് പാതി പാതി നൽകി. ഇപ്പൊ പകുതി ഉരുളക്കിഴങ്ങ് നീ കഴിക്കൂ, അതിന്റെ പകുതി നീ കഴിച്ചോളൂ. പിന്നെ ഒന്നിച്ചു ചേർന്ന് തന്നെ നിങ്ങൾ ആഗ്രഹം ചോദിച്ചോളൂ. ഞങ്ങൾ ഗ്രാമത്തിലെ രണ്ടുപേരും നന്നായിട്ട് ചേർന്നിട്ട് സമോസ പാനിപൂരി നന്നായിട്ട് വിൽക്കണം. ഉരുളക്കിഴങ്ങിനോട് ആഗ്രഹം പറഞ്ഞതും രണ്ടുപേരും വീണ്ടും അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. അവരവരുടെ കടയിലേക്ക് തിരിച്ചു പോയപ്പോൾ അവർ രണ്ടുപേരുടെയും കടയുടെ നടുകിലായി ഒരു ഉരുളക്കിഴങ്ങ് ചെടി നിൽക്കുന്നുണ്ടായിരുന്നു. അത് മുഴുവൻ ഒരുപാട് ഉരുളക്കിഴങ്ങുകൾ വളർന്നിരുന്നു. ഈ ഉരുളക്കിഴങ്ങ് എങ്ങനെയാ മരത്തിൽ വളരുന്നത്? നമ്മൾ ഇന്നലെ ആഗ്രഹിച്ച വേണ്ടിയ പലനാണ് ഈ ഉരുളക്കിഴങ്ങ് മരം. ശരി, ഇതിൽ നിന്ന് ഉരുളക്കിഴങ്ങ് പറിക്കാം. ഞാൻ ഇതിൽ നിന്ന് സമോസ ഉണ്ടാക്കാം. പിന്നെ നീ ആ സമോസയിൽ പാനിപൂരി വിൽക്കുന്ന വെള്ളം എടുത്തിട്ട് കലർന്നിട്ട് മക്കൾക്ക് നീ വിൽക്കാൻ നോക്കൂ. ഷമീർ മരത്തിലുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് എടുത്ത് സമൂസ ചെയ്തു. പിന്നെ സുയോഗ് പാനിപൂരി ചെയ്യാനായി തയ്യാർ ചെയ്തു. എല്ലാം തയ്യാറായതിനു ശേഷം അവർ രണ്ടും ഒന്നിച്ചു ചേർത്ത് സമൂസ പാനിപൂരി വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. വരൂ വരൂ, സമോസ പാനിപൂരി ഒന്ന് കഴിച്ചോളൂ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾ തന്നെ വന്ന് കഴിച്ചു നോക്കൂ. അപ്പോഴാണ് അവിടേക്ക് ഒരു സ്ത്രീ നടന്നു വന്നത്. സമൂസ പാനിപൂരി? ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ഒരു പ്ലേറ്റ് തരൂ നോക്കട്ടെ. സുയോഗ് സമൂസ എടുത്ത് അതിന്റെ നടുയിൽ ഒരു ഓട്ടയിട്ട് അതിൽ മധുരം പിന്നെ പാനിപൂരി വെള്ളം ഒഴിച്ച് ഒരു പ്ലേറ്റ് സമൂസ പാനിപൂരി അവർക്ക് നൽകി. അത് വാങ്ങി ആ സമൂസ പാനിപൂരി അവർ കഴിച്ചു നോക്കിയതും തന്നെ അവർ ആകെ മതി മറന്നുപോയി. എന്നിട്ട് പറഞ്ഞു,
ഞാൻ എന്റെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഇത്രയും രുചിയുള്ള യാതൊരു സാധനവും കഴിച്ചിട്ടില്ല. ചേട്ടാ, ഇത് വളരെ രുചികരമാണ്. എനിക്ക് ഇനിയും ഒരുപാട് പ്ലേറ്റ് തരൂ. പിന്നെ 10 പ്ലേറ്റ് വീട്ടിലേക്ക് പാക്ക് ചെയ്ത് തരൂ. ശരി, ഇപ്പൊ തന്നെ തരാം. പതുക്കെ പതുക്കെ ഗ്രാമത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും സമീറിന്റെയും സുയോഗിന്റെയും പാനിപൂരിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ മൊത്തം ഗ്രാമവും സമൂസ പാനിപൂരിക്ക് അടിമകളായി മാറി. അത് സിമ്രാൻ ഖണ്ഡിൽ മാത്രമല്ല, ഒരുപാട് ദൂരെയുള്ള ഗ്രാമങ്ങളിലും പ്രസിദ്ധമായി മാറി. പക്ഷെ ഒരേ ഒരാൾക്ക് മാത്രം അവരോട് അസൂയ തോന്നി. ഇപ്പോൾ ജനങ്ങൾക്ക് എന്താണ് പറ്റിയത്? എന്റെ കടയിലേക്ക് ഇപ്പോൾ ആരും വരുന്നില്ലല്ലോ. ആരും മൊമോസ് കഴിക്കുന്നുമില്ല. എല്ലാരും സമൂസ പാനിപൂരി കഴിക്കാൻ പോകുന്നു. പിന്നെ ഈ സമൂസ പാനിപൂരി എത്ര വ്യത്യാസമായിരിക്കുന്നു. പൂനം തന്നെ തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടേക്ക് സൂരജ് ദലാൽ വന്നുകൊണ്ടിരുന്നത്. എന്തു പറ്റി പൂനം മാഡം? നിങ്ങളുടെ മോമോസ് വിൽക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇത്ര വിഷമിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കാനാ? എത്ര കഷ്ടപ്പെട്ട് ഞാൻ നഗരത്തിലേക്ക് ചെന്ന് മോമോസ് ചെയ്യാൻ പഠിച്ചുകൊണ്ടുവന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ എന്റെ വ്യാപാരം മൊത്തത്തിൽ നശിച്ചു പോകും. അവരുടെ രണ്ടുപേരുടെ രഹസ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ? എന്നോട് പറയൂ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അതറിയാം? എല്ലാം ഞാൻ പറയാം. ധൈര്യമായിട്ട് നിന്നോളൂ. ഞാൻ നിങ്ങൾക്ക് സഹായിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന പണം നിങ്ങൾ തന്നേ പറ്റുള്ളൂ. ശരി ശരി, തരാം. സൂരജ് പൂനത്തിന് ആ ഉരുളക്കിഴങ്ങ് മരത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ രണ്ടുപേരും കൂടി ചേർന്ന് സമീർ പിന്നെ സിയോഗിന്റെ സമൂസ പാനിപൂരി കടയെ ആ ഗ്രാമത്തിൽ നിന്നും ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. സമയം രാത്രിയായി. സമീർ, സിയോഗ് രണ്ടുപേരും കട പൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവരവിടെ നിന്നും പോയതും തന്നെ അവിടേക്ക് പൂനമും സൂരജും വന്നു. ദേ കണ്ടില്ലേ, ഞാൻ പറഞ്ഞിരുന്ന ആ മരം ഇതാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഈ മരം പെട്ടെന്ന് ഒരു ദിവസം തന്നെ വളർന്നതാണ്. ഈ മരത്തിൽ നിന്ന് ഉരുളക്കിഴങ്ങ് പറിച്ചിട്ടാണ് അവര് സമോസ പാനിപൂരിയും ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ ഉരുളക്കിഴങ്ങ് വിളയുന്ന മരത്തിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇതിൽ തീർച്ചയായും എന്തോ മാന്ത്രികതയുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഇതിനെ ഇവിടെ തന്നെ നശിപ്പിച്ചു കളഞ്ഞേക്കാം. പിന്നെ നോക്കാം അവരെങ്ങനെയാണ് സമൂസ പാനിപൂരി വിൽക്കുന്നതെന്ന്. രണ്ടുപേരും ചേർന്ന് പെട്ടെന്ന് ആ മരം വെട്ടാൻ തുടങ്ങി. രണ്ടുപേരും ഒരുപാട് ക്ഷീണിച്ചു പോയി. പൂനം മാഡം, ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ബാക്കിയുള്ള മരം നമുക്ക് നാളെ വെട്ടിയേക്കാം. പുലരാൻ പോവുകയാണ്. ആരെങ്കിലും നമ്മൾ വെട്ടുന്നത് കണ്ടിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരു വലിയ പ്രശ്നം തന്നെ ആവും. നീ പറഞ്ഞത് ശരിയാണ്. ശരി, വാ, നമുക്കിവിടെ നിന്ന് പോകാം. നാളെ വന്ന് നമ്മൾ നമ്മുടെ ജോലി ചെയ്യാം. രണ്ടുപേരും അവിടെ നിന്നും തിരിച്ചുപോയി. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചതും തന്നെ സമീറും പിന്നെ സിയോഗും അവരുടെ കട തുറക്കാനായി അവിടേക്ക് വന്നപ്പോൾ അവർ ശ്രദ്ധിച്ചു, അവരുടെ മരം പാതി വെട്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ സൂര്യന്റെ പ്രകാശം ആ മരത്തിൽ കൊണ്ടതും തന്നെ മരം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തി. ഞാൻ കണ്ടത് നീ തന്നെ കണ്ടോ? ആ, ഞാനും കണ്ടിരുന്നു. ഈ മരം അത് തന്നെ എങ്ങനെ ശരിയായെന്ന് കണ്ടില്ലേ? പക്ഷെ ഈ മരം ആരാണ് വെട്ടിയിട്ടുണ്ടാവുക? അവരവരുടെ കട തുറന്നു. പിന്നെ സമൂസ പാനിപൂരി വിൽക്കാനും തുടങ്ങി. നേരം സന്ധ്യയായി. അന്ന് രാത്രിയുമായി. സമീറും സുയോഗും കട മൂടിയിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോയി. രാത്രി ഇരുട്ടായപ്പോൾ പിന്നെയും പൂനമും സൂരജും ആ മരത്തിനടുത്തേക്ക് വന്നു. അല്ല, നമ്മൾ ഈ മരം കട്ട് ചെയ്തത് കണ്ടില്ലല്ലോ. അല്ല, ഇതെങ്ങനെയാ ശരിയായത്? ഇപ്പോൾ എങ്ങനെയാ നമ്മൾ തിരിച്ചും ഇത് വെട്ടുന്നത്? നിങ്ങളൊന്നും വിഷമിക്കണ്ട പൂനം മാഡം. എന്റെ അടുത്ത് ഇന്നൊരു നല്ല ഐഡിയ ഉണ്ട്. നമ്മൾ ഈ മരത്തിന് തീ അങ്ങ് വെച്ചേക്കാം. മരം ഉണ്ടായാലല്ലേ ഉരുളക്കിഴങ്ങ് ഉണ്ടാവുള്ളൂ. പൂനവും സൂരജും ഒരു തടി കഷ്ണത്തിൽ തീ കത്തിച്ചു. അവർ ആ മരത്തിൽ തീ വെച്ചതും തന്നെ എന്തു സംഭവിച്ചെന്നാൽ ആ മരത്തിന്റെ വേര് അവർ രണ്ടുപേരെയും ആ മരത്തിനകത്തേക്ക് വലിച്ചെടുത്തു. അടുത്ത ദിവസം രാവിലെ സമീറും സുയോഗും അവിടേക്ക് വന്നപ്പോൾ അവരവിടെ നോക്കിയപ്പോൾ ഒരു മരത്തിന് പകരം 3 മരം ഉണ്ടായിരുന്നു. അത്ഭുതം തന്നെ. ഇത്രയും കാലമായിട്ട് ഒരു മരം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 3 ഉണ്ടല്ലോ. ജയ്സൽമീർ എന്ന സ്ഥലത്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ സമീർ തന്റെ അമ്മയോടൊപ്പം ഒരു കുടിലിൽ ജീവിച്ചുകൊണ്ടിരുന്നു. അവന് തന്റെ അച്ഛനെ നഷ്ടപ്പെട്ടതിനു ശേഷം അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. കാലം പോകുന്തോറും സമീർ മെല്ലെ മെല്ലെ വളരാനും തുടങ്ങി. സമീർ ഇപ്പോൾ 15 വയസ്സായ പയ്യനായതും, അമ്മേ, ഈ ലോകത്ത് നമുക്ക് വേറെ ആരുമില്ലേ? നമ്മളെ കാണാൻ ഒരു ബന്ധുക്കളും വരുന്നില്ല. ആരും നമ്മളെ വിളിക്കുന്നുമില്ല. മോനെ, ഇരിക്കാനായി ഒരുപാട് പേരുണ്ട്. പക്ഷെ അതൊക്കെ വെറും പറയാൻ മാത്രം.
എല്ലാവരും പറയുന്ന പോലെ സന്തോഷത്തിൽ എല്ലാവരും ഉണ്ടാകും, പക്ഷെ കഷ്ടത്തിൽ ആരും ഉണ്ടാകില്ല. അമ്മേ, എന്റെ എല്ലാ ഫ്രണ്ട്സും പറയും എനിക്ക് ഈ ലോകത്തിൽ ആരുമില്ലെന്ന്, നീ ഒരു അനാഥയാണെന്ന്. ഇല്ല മോനെ, നിനക്ക് വേണ്ടി ഞാനില്ലേ, നീ വിഷമിക്കണ്ട. നമുക്ക് നല്ല കാലം പെട്ടെന്ന് തന്നെ വരും. അപ്പൊ നീ അവർക്ക് തീർച്ചയായും മറുപടിയും പറയും. അതെ അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാ. ചമ്പ വീടുകളിൽ പണിയെടുത്ത് 2 നേരത്തെ ഭക്ഷണമാണ് സമ്പാദിക്കുന്നത്. സമീർ ഇത് കണ്ട് ഒരുപാടധികം കഷ്ടപ്പെടും. പിന്നെ ഒരു ദിവസം അവൻ നദിക്കരയിലിരുന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് അവൻ വഞ്ചിയിൽ യാത്ര ചെയ്യുന്നവരെ കണ്ടത്. അപ്പൊ അവനും ഈ ജോലി ചെയ്ത് പൈസ സമ്പാദിക്കണമെന്ന് കരുതി. അങ്കിൾ, എനിക്കും ഈ വഞ്ചി തുഴയണം, കുറച്ച് പണം ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ പുതിയ വഞ്ചി വാങ്ങി തുഴയും മോനെ. അങ്കിൾ, ഈ വഞ്ചി വാങ്ങാൻ എത്ര രൂപ ചിലവ് വരും? ഒരുപാടൊന്നും ആകില്ല മോനെ, ഒരു 20,000 രൂപയാകും. നീ വാങ്ങ്. അങ്കിൾ, ഈ വില വളരെ കൂടുതലാണ്. ഇത്രയും പണം ഞാൻ എവിടെ നിന്നുണ്ടാക്കും? താങ്കൾ എന്നെ സഹായിക്കാമോ? താങ്കളുടെ വഞ്ചിയിൽ തന്നെ ഞാൻ കുറച്ചുനാൾ ജോലി ചെയ്യാം. അങ്ങനെ പണമൊക്കെ കൂട്ടിവെച്ച് ഞാൻ സ്വന്തമായി വഞ്ചി വാങ്ങാം. സമീർ ഇങ്ങനെ പറഞ്ഞതും ആ വഞ്ചി ഓടിക്കുന്ന ആൾ ഒരുപക്ഷെ സമീറിനെ പഠിപ്പിച്ചാൽ അവന്റെ വ്യാപാരത്തിന് നഷ്ടം വരുമെന്ന് കരുതി. അതുമല്ലാതെ അവനൊരു ചെറുപ്പക്കാരൻ, അവൻ വളരെ പെട്ടെന്ന് പണിയെടുത്ത് ഒരുപാട് പൈസ സമ്പാദിക്കും. പിന്നെ എന്റെ വഞ്ചിയിൽ ആരും കയറില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നീ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയാ, നിനക്ക് തുഴയാൻ പറ്റില്ല. അതിന് ആദ്യം നീ നീന്തൽ പഠിക്കണം. അതുവരെ വേറെ ജോലി നോക്ക്. അതോടൊപ്പം വഞ്ചി വാങ്ങാനും ശേഖരിക്കേ. ശരി അങ്കിൾ. സമീർ അയാൾ പറയുന്നത് കേട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ അടുത്ത ദിവസം തന്റെ ഫ്രണ്ട്സിനോട് എല്ലാ കാര്യവും പറഞ്ഞു. അവൻ തന്റെ വീട്ടിലെ അവസ്ഥയെക്കുറിച്ചും പറഞ്ഞു. അവൻ തന്റെ കൂട്ടുകാരോട് എന്തെങ്കിലും ജോലിയുണ്ടോ എന്നും അന്വേഷിച്ചു. അപ്പൊ രൂപേഷ് എന്ന പയ്യൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നോക്ക്, ഒരു ഈസിയായ ജോലിയുണ്ട്. വരുന്ന ടൂറിസ്റ്റുകളോട് ഈ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ആ ജോലി നല്ല ഈസിയാണോ? അതെ, ഞാൻ പറഞ്ഞത് സത്യമാ. എന്റെ ചേട്ടനും ഈ ജോലിയാണ് ചെയ്യുന്നത്. വാ, ചേട്ടന് ഞാൻ കാണിച്ചു തരാം. ജോലി മനസ്സിലാക്കി നീ അത് ചെയ്യേ. സമീർ ഉടനെ ചെന്ന് രൂപേഷിന്റെ ഫ്രണ്ടിനെ കണ്ടു. അവൻ ആ പയ്യൻ പറഞ്ഞുകൊടുത്ത ജോലി പഠിച്ച് അത് തന്നെ ചെയ്യാൻ തുടങ്ങി. സമീർ ജോലിക്ക് പോകുന്നത് കൊണ്ട് അവന്റെ വീട്ടിലെ അവസ്ഥയും ഇപ്പോൾ ഭേദമായി. പിന്നെ അവൻ അവന്റെ അച്ഛന്റെ വരണ്ടുപോയ ഭൂമിയിൽ അവന്റെ അമ്മയോടൊപ്പം ചേർന്ന ധാന്യങ്ങളും വിതച്ചു. ഈ ജോലിയിൽ എന്നെയും കൂടെ കൂട്ടിയതിന് നിനക്ക് ഒരുപാട് നന്ദി. ഇതിലൂടെ എനിക്ക് എന്റെ കുടുംബത്തിനെ നോക്കാൻ പറ്റുന്നുണ്ട്. അയ്യോ, കൂട്ടുകാരെയൊക്കെ ജോലിക്ക് കയറ്റിയതിന് എന്തിനാ താങ്ക്സ് ഒക്കെ? താങ്ക്സ് ഒന്നും പറയണ്ട. മോനെ, ഇതാ അരിമാവ് കൊണ്ടുണ്ടാക്കിയ സമൂസ റെഡിയായി. കുറച്ചിത് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് പറ. അതെ ആന്റി, അതെ, ഞാൻ പറയാം. രൂപേഷ് ചമ്പ ചെയ്ത സമൂസ കഴിച്ചു. ആ സമൂസ കഴിച്ചു കഴിഞ്ഞും അവൻ വിരലുകൾ നക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ ഒരുപാട് തവണ ചോദിച്ചു വാങ്ങിയ സമൂസ കഴിച്ചു. അതോടൊപ്പം പറഞ്ഞു, ആന്റി, സമൂസ നല്ല രുചിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു സമൂസ, അതും അരി കൊണ്ടുണ്ടാക്കിയത് കഴിച്ചിട്ടേ ഇല്ല. അതെ അതെ, എന്റെ അമ്മയുടെ കയ്യിൽ മാജിക് ഉണ്ട്. ആന്റി, ഞാൻ പോയിട്ട് വരാം. ആന്റി എന്നും ഇനി ഇതുപോലെയുള്ള സമൂസ എനിക്ക് ഉണ്ടാക്കി തരണം കേട്ടോ. ശരി മോനെ, തീർച്ചയായും. പിന്നെ അടുത്ത ദിവസം അവൻ ജോലിക്ക് പോയപ്പോൾ അവിടെ ചുറ്റിക്കാണാൻ വന്ന ടൂറിസ്റ്റിന് ഒരുപാട് വിശന്നു. അവൻ സമീറിനോട് ഹോട്ടലിനെ കുറിച്ച് അന്വേഷിച്ചു. സമീർ അദ്ദേഹത്തെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. അവിടെ മുഴുവനും അരി കൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് ആയിരുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. അപ്പ ടൂറിസ്റ്റ് പറഞ്ഞു, ഹേയ് മാൻ, തനിക്ക് ഞങ്ങളെ നല്ല ഫുഡ് കിട്ടുന്ന ഇടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് അരി കൊണ്ടുള്ള സിമ്പിൾ ഫുഡാണ് കഴിക്കേണ്ടത്. സമീറിന് സമൂസയെ കുറിച്ച് ഓർമ്മ വന്നു. അവൻ ഉടനെ അമ്മയെ ഫോൺ വിളിച്ച് സമൂസയും ചട്നിയും തയ്യാറാക്കി വെക്കാൻ പറഞ്ഞു. അമ്മേ, ഞാൻ 2-3 പേരെ വിളിച്ചുകൊണ്ട് വരാം. അമ്മ സമൂസ ഉണ്ടാക്കി വെക്കണം. സമീർ പറഞ്ഞതുപോലെ അവന്റെ അമ്മ അരിമാവ് കൊണ്ടുണ്ടാക്കിയ സമൂസ റെഡിയാക്കി. പിന്നെ അത് വളരെ ഭംഗിയായി തന്നെ റെഡിയാക്കുകയും ചെയ്തു. അപ്പോഴാണ് സമീർ ടൂറിസ്റ്റിനോടൊപ്പം അവിടേക്ക് വന്നത്. അവന്റെ അമ്മ അവർക്ക് സമൂസകൾ കൊടുത്തു. നീ ഞങ്ങളെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്? ഞങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇരുന്ന് കഴിക്കാറേ ഇല്ല. സോറി സാർ, നിങ്ങൾ ഒന്നോർത്തും വിഷമിക്കണ്ട. ഇത് എന്റെ വീടാണ്. നിങ്ങൾ ഒരു തവണ എന്റെ അമ്മയുണ്ടാക്കിയ സമൂസ കഴിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും പറയില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഏറ്റു. അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ തരേണ്ട ആവശ്യവുമില്ല.
ഓക്കെ, നിങ്ങൾ ഇത്രയും പറയുന്നത് കൊണ്ട് ഞാൻ ഇത് കഴിക്കാം. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. സമീറും ചമ്പയും പറഞ്ഞത് കേട്ട് ആ ടൂറിസ്റ്റ് സമൂസകൾ കഴിച്ചു. പിന്നെ ആ സമൂസകൾ ആ പ്ലേറ്റിലുണ്ടായിരുന്ന 2 ചട്നിയോടൊപ്പവും കഴിച്ചു. അത് കഴിച്ചതും അവർ വളരെ സന്തോഷപ്പെട്ടു. അവർ വീണ്ടും ഒരുപാട് സമൂസകൾ കഴിച്ചു. വാവ്, വാട്ട് എ ഓസം സമൂസ. യാ, ഡെഫിനറ്റ്ലി, നീ പറഞ്ഞത് സത്യമാണ്. അവർ സമൂസകൾ കഴിച്ച് അവരെ അഭിനന്ദിച്ചു. പിന്നെ സമൂസയ്ക്കായ ചിലവിനേക്കാളും ഒരുപാട് പൈസ കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരു സമൂസ കട ഉണ്ടാക്കൂ. നിങ്ങൾക്ക് നല്ല ഇൻകം ഉണ്ടാക്കാം. ഉറപ്പായും സാർ, ഉറപ്പായും. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ആ ടൂറിസ്റ്റ് പറഞ്ഞത് മനസ്സിൽ ചിന്തിച്ച് സമീറിന്റെ അമ്മയും ചേർന്ന് ഒരു സമൂസ വ്യാപാരം തുടങ്ങി. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ കട ഫേമസ് ആവുകയും ചെയ്തു. അവിടെ ചുറ്റുമുള്ളവർക്കും പിന്നെ ടൂറിസ്റ്റിന് പോലും അവരുടെ സമൂസ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മേ, അമ്മ ഡിസൈൻ ചെയ്ത ആ റിംഗ് റോൾ സമൂസ ഒരുപാട് ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ പുതിയ പുതിയ ഡിസൈൻസിൽ സമൂസ ഉണ്ടാക്കൂ. ഇത് കാരണം ജനങ്ങൾ നമ്മുടെ കടയിൽ വന്ന് ഒരുപാട് കഴിക്കും. സമീർ പറഞ്ഞതുകൊണ്ട് അവന്റെ അമ്മ ഒരുപാട് ഡിസൈനുകൾ സമൂസ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അതിന് വളരെ ഡിമാൻഡും കൂടിയിരുന്നു. അതുണ്ടാക്കാൻ വേണ്ടി അവർ ഒരുപാട് പേരെ പണിക്കും നിർത്തി. ഇപ്പൊ അവരുടെ സമൂസ വളരെ ദൂരങ്ങൾക്ക് പോലും പോകുമായിരുന്നു. ഇപ്പൊ അവർക്ക് ഒരുപാട് വരുമാനവും കിട്ടി തുടങ്ങി. ഇതറിഞ്ഞുകൊണ്ട് മീഡിയക്കാർ വന്ന് അവരുടെ ഇന്റർവ്യൂ എടുത്തു. അതുകൊണ്ട് അവർ നാട് മൊത്തം വളരെ ഫേമസ് ആയി. ഇത് കണ്ട് അവരുടെ ബന്ധുക്കൾ പോലും അവരുടെ ബന്ധം കൂടാൻ വന്നു. സമീർ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് എല്ലാവരോടൊപ്പവും ഒരുമിച്ചു. പാഠം: സുഖത്തിൽ എല്ലാവരും ഉണ്ടാകും, പക്ഷെ ദുഃഖത്തിൽ ആരും ഉണ്ടാകില്ല.